ഹായ്, എല്ലാവർക്കും ലിറ്റ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ടാൻജൻസിന്റെ അടുത്ത ക്വസ്റ്റ്യൻസുകൾ ഇല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ? ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ 2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ടിപ്പും. ഓക്കെ വെൽ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതാ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു കോഡ് വരച്ചിരിക്കുകയാണ്. ഒരു ഞാണ് അവനെ ഞാൻ നീട്ടി വരച്ചു പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഓക്കെ, ഇവൻ്റെ പേര് എ ബിനെ ഞാൻ നീട്ടി വരച്ച് പി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഇനി അവിടെ നിന്ന് ഈ സർക്കിളിലേക്ക് ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ് കേട്ടോ. ഇത് ടച്ച് ചെയ്തെന്ന് അങ്ങ് വിചാരിച്ചേക്കണേ, ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. കൈ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത് സി എന്ന് കൊടുത്തു. ഓക്കെ, നോക്കണം ഇല്ലേ, ഒരു കിളിയുടെ ചുണ്ട് പോലെയൊക്കെ ഇരിക്കുന്ന ഈ രൂപം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഏതാണ്ട് ഇങ്ങനെ ഒരു സാധനം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഓർക്കണം, പി എ ഇൻറ്റു പി എ എന്ന് പറഞ്ഞ മുഴുവൻ നീളമാണ് കേട്ടോ, ആ വരയുടെ മുഴുവൻ നീളമാണ്. പി എ ഇൻറ്റു പി ബി, ആ വൃത്തത്തിന് പുറത്തുള്ള ഭാഗമാണ്. പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് എ ടാൻജൻറ്റ്. ഈ പി സി എന്താണ്? ടാൻജൻ്റ് ആണ്. ടാൻജൻറ്റ് അല്ലെങ്കിൽ എന്താണ്? തൊടുവരയാണ്, തൊടുവര. ഓക്കെ, അപ്പോൾ ഓർക്കുക, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന നേരെ ഒരു കണക്കിലേക്ക് പോയാലോ? ലുക്ക് അറ്റ് ഹിയർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ്. ചിത്രത്തിൽ എ ബി വ്യാസമാണ്, എ ബി ഇസ് ഡയമീറ്റർ. ദെൻ അത് നീട്ടി പിയിലേക്ക് വരച്ചിരിക്കുന്നു. പിയിൽ നിന്ന് ഒരു ടാൻജൻറ്റ് വരച്ചിരിക്കുന്നു, ദാറ്റ് ഈസ് എ ക്യൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എ ബി എന്താണ്? ഡയമീറ്റർ ആണ്. എ ബി എന്താണ്? ഡയമീറ്റർ ആണ്, വ്യാസമാണ്. അപ്പം എ ബി കണ്ടുപിടിച്ചാൽ നമ്മുടെ പണി തീരും. കാരണം എ ബിയുടെ പകുതി ആയിരിക്കും എന്ത്? റേഡിയസ്, ആരം. കാരണം വ്യാസത്തിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് ആരം. ഓക്കെ, അപ്പോൾ എ ബി കണ്ടുപിടിക്കുക, അതിൻ്റെ പകുതി കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരമായി. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ മനസ്സിൽ വരണമെന്നാണ് പറഞ്ഞത്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇവിടെ പി സി ഉണ്ടോ? സിക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? ക്യൂ ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതി വയ്ക്കാം: പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പറ പി ക്യൂ സ്ക്വയർ. പി ക്യൂ സ്ക്വയർ. ഇനി തന്നിരിക്കുന്ന അളവുകളൊക്കെ നമുക്ക് നോക്കാം. എത്രയാണ് പി എ എന്ന് പറയുന്നത്? എത്രയാണ്? 8 സെൻറ്റിമീറ്റർ, 8 എന്ന് കൊടുക്കാം. ദെൻ പി ബി അറിയോ? അറിയില്ല, തന്നിട്ടില്ല. പി ബിയും തന്നെ എഴുതി വയ്ക്കാം. പി ബി ഇസ് ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ. പി ക്യൂ എത്രയാണ്? 4 സ്ക്വയർ. ദെൻ നമുക്ക് പി ബി ആണ് അറിയേണ്ടത് അല്ലേ. സോ പി ബി ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ എത്രയാണ്? 16 ആണ് അല്ലേ. ഈ 8നെ ഇൻറ്റു 8ൻ്റെ നമുക്ക് സമത്തിന് അപ്പുറം കൊണ്ടാൽ നമുക്ക് തട്ടാം, നമുക്ക് ആവശ്യമില്ലാത്തവരെയൊക്കെ തട്ടിയേക്കാം. അപ്പോൾ ഇൻറ്റു 8 അപ്പുറം പോയി കഴിയുമ്പോൾ എന്താവും? ഡിവൈഡർ ബൈ 8 എന്നാവും അല്ലേ. 16 ഡിവൈഡ് ബൈ 8, 16/8 സമം 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്ത് കിട്ടി? പി ബി 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. എന്താ കിട്ടിയത്? പി ബി 2 സെൻറ്റിമീറ്റർ ആണ്. ഇതാണോ നമുക്ക് വേണ്ടത്? അല്ല, നമുക്ക് എ ബി എത്രയാണെന്നാണ് കിട്ടേണ്ടത്. അങ്ങനെയെങ്കിൽ മക്കൾ പറയണം, എ ബി എത്രയായിരിക്കും? എ ബി എത്രയായിരിക്കും? കാരണം മുഴുവൻ നീളം 8 ആണ്, പി ബി 2 ആണ്. അങ്ങനെയെങ്കിൽ 8ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ദെയർഫോർ എ ബി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം വൃത്തത്തിൻ്റെ ആരം എത്രയാണെന്നാണ്. സോ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു ആരം സമം 6/2 സമം 3 സെൻറ്റിമീറ്റർ. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. എന്ത് എളുപ്പമാണ് അല്ലേ, നല്ല സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കണ്ട് ചെയ്ത് പഠിക്കാൻ മറക്കണ്ട. ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കിയാലോ? ഓക്കെ, ഇവിടെ നോക്ക്. ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ, 2 ചിത്രങ്ങൾ ഇവിടെയുണ്ട്. ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ടാൻജൻറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദിസ് പോയിന്റ്. ദിസ് ലെങ്ത് ഈസ് 6 സെൻറ്റിമീറ്റർ ആസ് ഷോൺ. നോക്ക്, ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ കോഡ് എന്ത് ചെയ്തു? നീട്ടി വരച്ചു. എത്ര സെൻറ്റിമീറ്റർ പുറത്തേക്ക് നീട്ടി വരച്ചു? 4 സെൻറ്റിമീറ്റർ പുറത്തേക്ക് നീട്ടി വരച്ചു. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഒരു ടാൻജൻറ്റ് വരച്ചു.
ഓക്കെ, ഞാൻ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുത്ത് ഇവനെ ഞങ്ങൾ സൂചിപ്പിക്കാം. എ ബി എന്ന് പറയുന്ന കോഡുണ്ട്. എ ബിനെ നീട്ടി വരച്ചു പി വരെ. എത്ര സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു? 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് കൊടുത്തു? സി എന്ന് പറയുന്ന ഒരു ടാൻജൻറ്റ് വരച്ചു. ഓക്കെ, ദെൻ അടുത്ത ചിത്രത്തിൽ എന്ത് ചെയ്തു? 4 വരയ്ക്കുന്നതിന് പകരം 1 സെൻറ്റിമീറ്റർ കൂടുതലങ്ങ് വരച്ചു. 4 പകരം അപ്പം എത്രയായി? 5 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജൻറ്റ് എത്രയാണ്? തൽക്കാലം ഇതേ പേര് കൊടുക്കുകയാണ്, എ ബി പി സി. അപ്പോൾ നമുക്ക് ഇവിടെ പി സി കണ്ടുപിടിക്കണം. നമുക്ക് ഒന്നാമത്തെ ചെയ്താലേ രണ്ടാമത്തെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിലേക്ക് പോകാം. ഇങ്ങനെ ഒരു കിളീൻ്റെ കൊക്ക് പോലത്തെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് എഴുതി വയ്ക്കും? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ എന്ന് പറയുന്ന നീളം എത്രയാണ്? പി എ എത്രയാണ്? അറിയില്ല. അപ്പോൾ നമുക്ക് പി എന്ന് എഴുതി വയ്ക്കാം. പി എ ഇൻറ്റു പി ബി എത്രയാണ്? പി ബി പുറത്തുള്ള നീളമാണ്. ദാറ്റ് ഇസ് എ 4 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ, 6 സ്ക്വയർ അല്ലേ? പി സിൻ്റെ നീളം 6 ആണ്. ദെൻ പി എ ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ എത്രയാണ്? 36 ആണ്. ദെൻ പി എ സമം ഇൻറ്റു 4നെ നമുക്ക് അങ്ങോട്ടും ഉണ്ടാകും. ഗുണിക്കണം 4ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഹരിക്കണം 4 36 ഹരിക്കണം 4 എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 9. അപ്പോൾ പി എ എന്ന് പറയുന്ന മുഴുവൻ നീളം എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. മുഴുവൻ നീളമാണ് ഇത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ് 9 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എ ബി ഒന്ന് കണ്ടുപിടിക്കാം. എ ബി എത്രയാണ്? മൊത്തം 9. അതിൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്തിനാണ് ഞാൻ എ ബി കണ്ടുപിടിച്ചത്? 2 ചിത്രത്തിലും ഒരു മാറ്റവുമില്ലാത്ത ആൾ എ ബി ആണോ? കാരണം എ ബിക്ക് മാറ്റമൊന്നും വന്നില്ല. ഇതിൻ്റെ പുറത്ത് മാത്രമാണ്, വൃത്തത്തിന് പുറത്ത്, സർക്കിളിന് പുറത്ത് മാത്രമാണ് നീളം കൂടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ 5 എടുത്ത് നേരെ ഇവിടെ എഴുതി. ഇവിടെ നമുക്കിപ്പം എന്തറിയാം? എ ബി എത്രയാണെന്നറിയാം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, അവിടെയും നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പി എ എത്രയാണ്? ഇവിടെ പി എ മുഴുവൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ് പി എ. എത്രയാ? 5 5 10 അല്ലേ? നമുക്കെന്ത് കിട്ടി? 10 10 എന്ന് കിട്ടി. 10 ഇൻറ്റു ദെൻ പി ബി എത്രയാണ്? പി ബി എന്ന് പറയുന്ന നീളം ഏതാണ്? പുറത്തുള്ള നീളം 5 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. 10 ഇൻറ്റു 5 എത്രയാ? 50 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ സ്ക്വയർ കളയാൻ നമുക്ക് റൂട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ പി സി ഇസ് ഈക്വൽ ടു √50 സെൻറ്റിമീറ്റർ. അപ്പോൾ പി സിയുടെ നീളം കിട്ടിയില്ലേ? പി സി ഇസ് ഈക്വൽ ടു √50 സെൻറ്റിമീറ്റർ. പി സിയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ടാൻജൻറ്റ്? ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു, അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ്, തൊടുവരയുടെ നീളം സമം √50 സെൻറ്റിമീറ്റർ. കിട്ടിയോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി സെറ്റായിട്ട് പഠിച്ചോളാം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. ബൈ.